വേഗം ജോസ് അങ്ങനെ വിളി അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എനിക്കത് പറയുമ്പോൾ വിറക്കുവാ മോനെ. ശരിക്കും ഇപ്പോഴും എനിക്ക് ആലോചിക്കാൻ പാടില്ല. ഞങ്ങളിത് തുടങ്ങിയിട്ട് 15 വർഷമായി. ഞങ്ങൾക്ക് ജോലിക്കാരോ ഒന്നുമില്ല, ഞങ്ങൾ തന്നെയാണ് ചെയ്യണത്. ഞാൻ കുക്കിംഗ് ചെയ്യും, ചേട്ടൻ സപ്ലൈ ചെയ്യും, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ കട തുടങ്ങാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ചേട്ടന് പാലിന്റെ ഹോൾസെയിലായിരുന്നു. 12:30 മണി കഴിഞ്ഞാലാണ് പാല് വരുന്നത്. അപ്പൊ അത് എടുത്തു വെക്കാൻ വേണ്ടി എഴുന്നേക്കണം. അപ്പോഴും ഉറക്കം ശരിയാവില്ല. ദിവസം ഞാൻ പട്ടാന്ന് പറഞ്ഞ് സൗണ്ട് കേട്ട് ഞാൻ നോക്കുമ്പോ ആള് താഴെ കിടക്കുക. വിളിച്ചിട്ടൊന്നും എഴുന്നേക്കണില്ല. ഞാൻ മെഡിക്കൽ ട്രസ്റ്റിലെ ഒരു ഡോക്ടറുണ്ട്, അയാളുടെ അടുത്ത് കൊണ്ടേ കാണിച്ചു. ഇത് ഇയർ ബാലൻസിന്റെ ആണ്, വേറെ ഒന്നും നോക്കാനില്ല. നിങ്ങള് ജോലി മാറ്റി നോക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങണം. ഉറങ്ങി ഇയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ തന്നെ പറഞ്ഞുണ്ടാക്കി, സജി എനിക്ക് അറിയാവുന്ന ഒരു ജോലി തയ്യലും കുക്കിങ്ങുമാണ്. എന്നോട് പറഞ്ഞു, ഈ കൊച്ചും നമ്മൾ രണ്ടുപേരും 3 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ആള് ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാന്ന്. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മനസ്സിന് പവറുണ്ട്, അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 25 ഊണില് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാ മോനെ. അത് കഴിഞ്ഞ് വീട് മേടിച്ചു. ഇപ്പൊ 2 വർഷമായി ഇതിങ്ങനെ പണിതിട്ട്. ഞങ്ങളുടെ വിജയരഹസ്യം വേറെ ഒന്നുമല്ല, ഒരു മായം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒന്നും കളറോ ഇതിനു വേണ്ടിയോ ടേസ്റ്റിന് വേണ്ടിയോ ഒന്നും ചേർക്കില്ല. പിന്നെ ഹോംലി ഫുഡ് എന്ന് പറഞ്ഞാൽ അച്ചാറ് മുതൽ ബാക്കി എല്ലാ സാധനവും സ്വന്തമായിട്ട് ചെയ്ത് അങ്ങനെ ആണ് നമ്മൾ മുന്നോട്ട്.